എല്ലാ പാരന്റ്സിനും വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇവയൊക്കെ. നമുക്ക് എങ്ങനെ കുട്ടികളെ സൂയിസൈഡ് തടയാം? ഒരു 4-5 വയസ്സാകുമ്പോഴാണ് കുട്ടികൾക്ക് മരണത്തെ പറ്റിയുള്ള ക്യൂരിയോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. 8-9 വയസ്സിനുള്ളിൽ തന്നെ അവർ അതിനെപ്പറ്റി ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കും. എങ്ങനെയാണ് കുട്ടികൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവുകൾ ലഭിക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയാസ് ആണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് മരണത്തെ പറ്റിയും സൂയിസൈഡ്, കൊലപാതകം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്ന സീൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. രണ്ടാമത്തെ സോഴ്സ് നമ്മൾ അഡൽട്സ് തന്നെയാണ്. കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സോഴ്സ് പിയർ ഗ്രൂപ്പ് ആണ്. കുട്ടികൾ തമ്മിൽ തന്നെ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ നമ്മുടെ കുട്ടിക്ക് ഇത്തരം ഒരു ചിന്തയിലേക്ക് കടക്കുന്നത് നമുക്ക് തടയാൻ പറ്റും? പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികളുമായിട്ട് പാരന്റ്സിന് വളരെ നല്ല സ്ട്രോങ് ബോണ്ട് ക്രിയേറ്റ് ചെയ്യുക, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഫാമിലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് എന്ത് പ്രശ്നം വന്നാലും, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്റെ പാരന്റ്സ് എന്റെ ഒപ്പം കാണും എന്നുള്ളൊരു ധൈര്യം എല്ലാ കുട്ടികൾക്കും നിങ്ങൾ മാതാപിതാക്കൾ പകർന്നു നൽകേണ്ടതാണ്. രണ്ടാമത് ചെയ്യേണ്ടത്, കുഞ്ഞുങ്ങളിൽ വരുന്ന എല്ലാ ചെറിയ ചേഞ്ചസിനും നമ്മൾ ഒരു പരിഹാരം കണ്ടുപിടിക്കുക. നമ്മൾ അവരെ നല്ലതുപോലെ ഒബ്സർവ് ചെയ്യുക. ചിലപ്പോൾ പഠനത്തിലുള്ള ബുദ്ധിമുട്ടാകാം, ചിലപ്പോൾ വളരെ നിസ്സാരമായ കുട്ടികൾ തമ്മിൽ, ഫ്രണ്ട്സ് തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നമാകാം. പക്ഷെ ഒന്നും നമ്മൾ നിസ്സാരമായി കാണാതെ അവരെ കേൾക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സജഷൻസ് നൽകാനും നമ്മൾ ശ്രമിക്കുക. ഇൻ കേസ് നമുക്ക് അവരുടെ ആ വിഷമം മാറ്റാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു കൗൺസിലിംഗ് കുട്ടിക്ക് കൊടുക്കുക. പിന്നെ ചെയ്യേണ്ടത്, അവരുടെ സോഷ്യൽ മീഡിയ സെർച്ച് ഹിസ്റ്ററീസ് ഒക്കെ നമ്മൾ നല്ലപോലെ മോണിറ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ അവർ സെർച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികൾ എപ്പോൾ ഇതിനെപ്പറ്റി ഒരു സൂയിസൈഡ് അല്ലെങ്കിൽ മരണം ഇതിനെപ്പറ്റിയൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചാലും നമ്മൾ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഉത്തരം നൽകുക. അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്നും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആരൊക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മളിത് പറഞ്ഞു കൊടുത്തു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരിക്കലും ഒരു കുട്ടി സൂയിസൈഡ് ചിന്തയിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല, അങ്ങനെ ഒരു ചിന്തയുള്ള ഒരു സുഹൃത്തിനെ സഹായിക്കാനും ഇത് ചിലപ്പോൾ സഹായകരമായിരിക്കാം. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾ മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക.